ഏതു സമയത്തും നിലംപൊത്താറായ നിലയിലാണ് പത്തനംതിട്ട നഗരസഭയ്ക്ക് കീഴിലെ വ്യാപാര സമുച്ചയം. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് 40 വർഷത്തിലേറെ പഴക്കമുണ്ട്. കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്ന് കൌൺസിലർ വിപിൻ ബേബി പറഞ്ഞു. എന്നാൽ കെട്ടിടം സുരക്ഷിതമാണെന്ന നിലപാടിലാണ് വ്യാപാരികൾ. 3 നില കെട്ടിടത്തിലെ മുകളിലത്തെ 2 നിലകളും വെറുതെ കിടക്കുന്നു. താഴത്തെ നിലയിൽ മാത്രമാണ് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഏകദേശം 20-ലധികം കടകളുണ്ട് കെട്ടിടത്തിൽ. കെട്ടിടത്തിന്റെ 1-ാം നിലയോട് ചേർന്നുള്ള സ്ലാബുകൾ പൂർണ്ണമായി ഇളകി വീഴാറായ നിലയിലാണ്. നേരത്തെ കോൺക്രീറ്റ് പാളികൾ ഇളകി കാൽനട യാത്രക്കാർക്കടക്കം പരിക്കേറ്റിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ കെട്ടിടം ഇടിഞ്ഞു വീണ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട നഗരസഭയുടെ വ്യാപാര സമുച്ചയവും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങാനാണ് നഗരസഭയുടെ തീരുമാനം. പത്തനംതിട്ട നഗരസഭയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഇപ്പം ബലക്ഷയം ഉള്ള രീതിയിലാണ് മുൻപോട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ച് ആളുകളുടെ സുരക്ഷ നിലനിർത്തി ഭാവിയിലുള്ള വികസനവും മുൻകിട്ട് കണ്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കണമെന്നാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം. ഇത് കൗൺസിലിൽ അവതരിപ്പിച്ച് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള ആവശ്യം ഉന്നയിക്കും. 40 വർഷത്തിലേറെ പഴക്കമുണ്ട് നഗരസഭയുടെ വ്യാപാര സമുച്ചയത്തിന്. പക്ഷേ കെട്ടിടം സുരക്ഷിതമാണെന്ന നിലപാടിലാണ് വ്യാപാരികൾ. ഈ കെട്ടിടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് യാതൊരു കുഴപ്പമില്ല. 40 ഇതിന്റെ ഉദ്ഘാടനത്തിന് 1977 പിടിച്ച കടകളാണ് ഞങ്ങളുടെ ഈ രണ്ട് മുറി കടകൾ. അന്ന് മുതൽ ഞങ്ങൾ ഇവിടുന്ന് കച്ചവടം ചെയ്യാവൂ. ഇതുവരെ എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ അറിവില്ല, കേട്ടറിവില്ല. പിന്നെ കാലാകാലങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റി നിറവേറ്റാത്തതിന്റെ പേരിലാണ് ഇവിടെയുള്ള ഏതാണ്ട് ഈ കാണുന്ന ഈ കമ്പികളൊക്കെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. വ്യാപാര സമുച്ചയത്തോട് ചേർന്ന് 100 കണക്കിന് ആളുകളാണ് ദിനം പ്രതി നടന്നുപോകുന്നത്. കെട്ടിടത്തിന്റെ ബലപരിശോധന നടത്തി തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കാനാണ് നഗരസഭയുടെ നീക്കം. ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.